ഹായ് ഓൾ, വെൽക്കം ടു കോമ്പറ്റീറ്റീവ് ക്രാക്കർ. കേരളത്തിലെ ഒരു പൗരന് ലഭിക്കാവുന്ന ഏറ്റവും പരമോന്നത പുരസ്കാരമാണ് കേരള ജ്യോതി പുരസ്കാരം എന്ന് പറയുന്നത്. 2024 മൂന്നാമത് കേരള അവാർഡ്സുകൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ 2024ലെയും 2023ലെയും കേരള അവാർഡ്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്യുന്നത്. ആർക്കൊക്കെയാണ് പുരസ്കാരം ലഭിച്ചിട്ടുള്ളത്, അവർ ഏതു മേഖലയുമായി ബന്ധപ്പെട്ട വ്യക്തികളാണ് എന്നെല്ലാം പറയുന്നുണ്ട്. 24ലെയും 23ലെയും പറയുന്നുണ്ട് കേട്ടോ. കാരണം ചിലപ്പം ഇനി 10th പ്രിലിംസ് എക്സാമിലൊക്കെ ചിലപ്പോൾ 2023 ചോദിച്ചു എന്ന് വരാം. ഓക്കെ ആണല്ലോ? അപ്പോൾ നമുക്കത് കൃത്യമായിട്ട് സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിക്കാം. എല്ലാവരും വീഡിയോ ആദ്യം തൊട്ട് അവസാനം വരെ കാണാൻ ശ്രമിക്കുക കേട്ടോ. അപ്പൊ എന്നാലും നമുക്ക് ക്ലാസ്സിലോട്ട് കിടക്കാം. അപ്പൊ ആദ്യം എന്താണ് കേരള അവാർഡ്സ് 2024 കാര്യമാണ് നമ്മൾ ആദ്യം പറയുന്നത്. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മലയാളിക്ക് ലഭിക്കാവുന്ന ഏറ്റവും പരമോന്നത, സംസ്ഥാനത്തിലെ ഏറ്റവും പരമോന്നത പുരസ്കാരമാണ് കേരള ജ്യോതി പുരസ്കാരം എന്ന് പറയുന്നത്. അപ്പോ ഈ വർഷത്തെ കേരള ജ്യോതി പുരസ്കാരം 2024 കേരള ജ്യോതി പുരസ്കാരം ലഭിച്ച വ്യക്തിയാണ് MK സാനു എന്ന് പറയുന്നത്. MK സാനു എന്ന് പറയുന്ന സാഹിത്യകാരനാണ് ഈ വർഷത്തെ എന്ത് ലഭിച്ചത്? കേരള അവാർഡ്സ് 2024 എന്ത് ലഭിച്ചത്? ഈ വർഷത്തെ കേരള ജ്യോതി പുരസ്കാരം ലഭിച്ചത്. ക്ലിയർ ആണല്ലോ? കേരള ജ്യോതി പുരസ്കാര ജേതാവ് 2024 സാഹിത്യകാരനായിട്ടുള്ള MK സാനുവാണ്. കേരള പ്രഭാ പുരസ്കാരം 2 വ്യക്തികൾക്കാണ്. അതായത് കേരളത്തിലെ രണ്ടാമത്തെ പരമോന്നത പുരസ്കാരമാണ് കേരള പ്രഭാ പുരസ്കാരം എന്ന് പറയുന്നത്. അപ്പോ കേരള പ്രഭാ പുരസ്കാരം ഏതാണ്? ഡോക്ടർ S സോമനാഥ് ആണ്. ഓക്കെ, ISRO ചെയർമാൻ ആയിട്ടുള്ള ഡോക്ടർ S സോമനാഥിനാണ് കേരള പ്രഭാ പുരസ്കാരം ലഭിച്ചത്. അതുപോലെ ജൈവ കർഷകയായിട്ടുള്ള ഭുവനേശ്വരിക്കും എന്ത് ലഭിച്ചിട്ടുണ്ട്? ഈ കേരള പ്രഭാ പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ കേരള പ്രഭ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരള സംസ്ഥാനത്തിലെ ഉയർന്ന രണ്ടാമത്തെ സിവിലിയൻ ബഹുമതിയാണ്. ഓക്കെ, സോ ഡോക്ടർ S സോമനാഥിനും ഭുവനേശ്വരി എന്ന് പറയുന്ന ജൈവ കർഷകക്കുമാണ് ഈ ഒരു കേരള പ്രഭ പുരസ്കാരം ലഭിച്ചത്. ഈ മൂന്നാമത്തെ സിവിലിയൻ ബഹുമതിയാണ് കേരളശ്രീ. ഇത് പ്രധാനമായിട്ട് പത്മ മോഡൽസ് ആണ്. നമ്മൾ പത്മശ്രീ, പത്മഭൂഷൺ, പത്മവിഭൂഷൺ എന്ന് പറയത്തില്ല, ആ ഒരു ഹൈറാർക്കിയാണ് ഇവിടെയും. കേരളശ്രീ, കേരള പ്രഭ, കേരള ജ്യോതി, അങ്ങനെയാണ് ഇവിടുത്തെ ഹൈറാർക്കി വരുന്നത്. ഓക്കെ ആണല്ലോ? കേരളശ്രീ പുരസ്കാരം 6 പേർക്കാണ് ലഭിച്ചത്. അപ്പൊ ആ 6 വ്യക്തികളും അവർ ഏത് മേഖലയിൽ പ്രശസ്തമാണ് എന്നുകൂടി നമ്മൾ പഠിക്കാൻ പോകുന്നുണ്ട്. അപ്പൊ ആരൊക്കെയാണ് ആ 6 വ്യക്തികൾ? ഒന്നാമത്തത് കലാമണ്ഡലം വിമല മേനോൻ. കലാമണ്ഡലം വിമല മേനോൻ എന്ന് പറയുമ്പോൾ തന്നെ അറിയാം അവർ ഏത് മേഖലയുമായി ബന്ധപ്പെട്ടതായിരിക്കും. കലാമണ്ഡലം വിമല മേനോൻ എന്താണ്? കലയുമായി ബന്ധപ്പെട്ട, അല്ലെ? കലയുമായി ബന്ധപ്പെട്ട വ്യക്തിയാണ് ആര്? കലാമണ്ഡലം വിമല മേനോൻ എന്ന് പറയുന്നത്. ഇനി ഡോക്ടർ DK ജയകുമാർ. ഡോക്ടർ TK ജയകുമാർ എന്താണ്? ഡോക്ടർ എന്ന് പറയുമ്പോൾ എന്താണ്? ആരോഗ്യം, അല്ലെ? ആരോഗ്യം, ഹെൽത്തുമായി ബന്ധപ്പെട്ട ആളാണ് ആര്? ഡോക്ടർ TK ജയകുമാർ എന്ന് പറയുന്നത്. ഇനി നാരായണ ഭട്ടത്തിരി, അദ്ദേഹം കാലിഗ്രാഫിയുമായി ബന്ധപ്പെട്ട വ്യക്തിയാണ് നാരായണ ഭട്ടത്തിരി. അപ്പോ വിമല മേനോൻ കലയാണ്, ഡോക്ടർ TK ജയകുമാർ ആരോഗ്യമാണ്, നാരായണ ഭട്ടത്തിരി കാലിഗ്രഫിയാണ്. സഞ്ജു സാംസൺ ഓൾറെഡി അറിയാം എല്ലാവർക്കും, എല്ലാ മലയാളികൾക്കും അറിയുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കായിക താരമാണ്, ക്രിക്കറ്റ് താരമാണ് ആര്? സഞ്ജു V സാംസൺ എന്ന് പറയുന്നത്, അല്ലെ? അപ്പോ സഞ്ജു സാംസൺ കായികം. ഷൈജ ബേബി എന്താണ്? സാമൂഹ്യ സേവനം, സോഷ്യൽ സർവീസുമായി ബന്ധപ്പെട്ട വ്യക്തിയാണ് ആര്? ഷൈജ ബേബി. VK മാത്യൂസ് വ്യവസായവുമായി ബന്ധപ്പെട്ട വ്യക്തിയാണ് VK മാത്യൂസ്. നമ്മൾ എന്താ പറഞ്ഞത്? കലാമണ്ഡലം വിമല മേനോൻ കലയുമായി ബന്ധപ്പെട്ട വ്യക്തിയാണ്, ഡോക്ടർ DK ജയകുമാർ ആരോഗ്യമാണ്, നാരായണ ഭട്ടത്തിരി കാലിഗ്രഫിയാണ്, സഞ്ജു V സാംസൺ കായികമാണ്, ഷൈജ ബേബി സാമൂഹ്യ സേവനമാണ്, VK മാത്യൂസ് വ്യവസായമാണ്. ഇനി ജൂറി, ഈ ഒരു അവാർഡൊക്കെ പ്രഖ്യാപിക്കുന്ന ഒരു ജൂറി ഉണ്ടാവും. അപ്പൊ ജൂറിയുടെ അധ്യക്ഷൻ ആരായിരുന്നു? അടൂർ ഗോപാലകൃഷ്ണനും മറ്റു അംഗങ്ങൾ ആരൊക്കെയാണ്? K ജയകുമാറും ഡോക്ടർ B ഇക്ബാലും. അപ്പോ ഈ അവാർഡുകൾ പ്രഖ്യാപിക്കുന്ന ജൂറിയുടെ അധ്യക്ഷൻ ആരാണ്? അടൂർ ഗോപാലകൃഷ്ണനാണ്. അതുപോലെ K ജയകുമാറും അതുപോലെ ഡോക്ടർ B ഇക്ബാലും ഈ ഒരു ജൂറിയിലെ മറ്റു അംഗങ്ങളാണ്. സോ ഇതാണ് 2024 കേരള അവാർഡ്സുമായി ബന്ധപ്പെട്ട ഒരു ഔട്ട്ലുക്ക് എന്ന് പറയുന്നത്. ടോട്ടൽ 9 പേർക്ക്, 6 കേരളശ്രീ,
2 കേരളപ്രഭ, 1 കേരള ജ്യോതി. ഇങ്ങനെ 9 പേർക്കാണ് ഇത്തവണ പുരസ്കാരം ലഭിച്ചത്. ആ 9 വ്യക്തികളും അവരുടെ മേഖലയും അവരുടെ പ്രവർത്തന മേഖലയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. സോ അടുത്ത ഒരു വർഷത്തിൽ, അതായത് കഴിഞ്ഞ വർഷത്തിൽ, കാരണം നമ്മൾ 10th പ്രിലിംസ് ഒക്കെ LGS കഴിഞ്ഞു കഴിഞ്ഞാൽ 10th പ്രിലിംസ് ഒക്കെ ഉടൻ തന്നെ വരുന്നുണ്ട്. സോ അതുകൊണ്ട് നമ്മൾ അത്തരം പരീക്ഷകൾ ചിലപ്പം 24 പകരം ചിലപ്പം 23 ചോദിക്കാം. അപ്പൊ അതുകൊണ്ട് അതുകൂടി നമ്മൾ പഠിക്കാൻ പോവാണ്. കഴിഞ്ഞ വർഷത്തെ കേരള ജ്യോതി പുരസ്കാരം 2023 കേരള ജ്യോതി ആർക്കാണ്? ടി പത്മനാഭൻ, സാഹിത്യകാരനായിട്ടുള്ള ടി പത്മനാഭനാണ് 2023 കേരള ജ്യോതി പുരസ്കാരം ലഭിച്ചത്. ഇനി കേരള പ്രഭാ പുരസ്കാരമാണെങ്കിൽ 2 പേർക്കാണ്. ജസ്റ്റിസ് എം ഫാത്തിമ ബീവി. അവരെന്താണ്? അവര് ജസ്റ്റിസ് എം ഫാത്തിമ ബീവി എന്ന് പറയുന്നത് എന്താണ്? അവര് കഴിഞ്ഞ വർഷമാണ് അന്തരിച്ചത് അല്ലെ. അവര് സാമൂഹ്യ സേവനം അല്ലെ, സുപ്രീം കോടതി ജഡ്ജി ആകുന്ന ആദ്യ വനിതയ്ക്കാണ് ആര്? നമ്മുടെ ആ ഒരു ജസ്റ്റിസ് എം ഫാത്തിമ ബീവി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ കേരള പ്രഭാ പുരസ്കാരം ലഭിച്ച വ്യക്തിയാണ് ഒന്ന് ജസ്റ്റിസ് എം ഫാത്തിമ ബീവി, മറ്റൊന്ന് ആരാണ്? നടരാജ കൃഷ്ണമൂർത്തി അല്ലെങ്കിൽ സൂര്യകൃഷ്ണമൂർത്തി എന്ന് അറിയപ്പെടാറുണ്ട് കേട്ടോ. നടരാജ കൃഷ്ണമൂർത്തി അല്ലെങ്കിൽ സൂര്യകൃഷ്ണമൂർത്തി എന്നും അറിയപ്പെടാറുണ്ട്. കലാരംഗവുമായി ബന്ധപ്പെട്ട വ്യക്തിയാണ് കേട്ടോ. കലാരംഗവുമായി ബന്ധപ്പെട്ട വ്യക്തിയാണ്. ഇനി കേരള സ്ത്രീ പുരസ്കാരം ആർക്കൊക്കെയാണ്? പുനലൂർ സോമരാജൻ. പുനലൂർ സോമരാജൻ സേവനം, സോഷ്യൽ സർവീസുമായി ബന്ധപ്പെട്ട വ്യക്തിയാണ്. ഗംഗാധരൻ, ഡോക്ടർ ഗംഗാധരൻ എന്താണ്? ആരോഗ്യവുമായി ബന്ധപ്പെട്ട വ്യക്തിയാണ്. രവി DC, നമ്മൾ DC ബുക്സ് എന്ന് പറയത്തില്ലേ, സോ കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രിയുമായി ബന്ധപ്പെട്ട വ്യക്തിയാണ് രവി DC. KM ചന്ദ്രശേഖർ മുൻ ചീഫ് സെക്രട്ടറി ആണ്. സോ സിവിൽ സർവന്റ് ആണ്. സിവിൽ സർവീസുമായി ബന്ധപ്പെട്ട വ്യക്തിയാണ് KM ചന്ദ്രശേഖർ. പണ്ഡിറ്റ് രമേശ് നാരായണൻ, അദ്ദേഹം എന്താണ്? മ്യൂസിക്, ഓക്കെ, ആർട്സുമായി ബന്ധപ്പെട്ട, ആർട്സ് അല്ല മ്യൂസിക്കുമായി ബന്ധപ്പെട്ട വ്യക്തിയാണ് ആര്? നമ്മുടെ പണ്ഡിറ്റ് രമേശ് നാരായണൻ എന്ന് പറയുന്നത്. അപ്പോ കേരള ജ്യോതി പുരസ്കാരം ടി പത്മനാഭനാണ്. കേരള പ്രഭാ പുരസ്കാരം ജസ്റ്റിസ് എം ഫാത്തിമ ബീവിക്കും നടരാജ കൃഷ്ണമൂർത്തിക്കുമാണ്. അതുപോലെ തന്നെ കേരള സ്ത്രീ പുരസ്കാരം ആർക്കാണ്? പുനലൂർ സോമരാജൻ, അവര് സേവനവുമായി ബന്ധപ്പെട്ടതാണ്. ഡോക്ടർ ഗംഗാധരൻ, അവര് ആരോഗ്യവുമായി ബന്ധപ്പെട്ടതാണ്. രവി DC, കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രിയിലെ DC ബുക്സിന്റെ സ്ഥാപകനാണ്. അതുപോലെ KM ചന്ദ്രശേഖർ സിവിൽ സർവന്റ് ആണ്. അതുപോലെ പണ്ഡിറ്റ് രമേശ് നാരായൺ മ്യൂസിക്കുമായി ബന്ധപ്പെട്ട വ്യക്തിയാണ്. കഴിഞ്ഞ 8 വ്യക്തികൾക്കാണ് കേരള അവാർഡ് പുരസ്കാരം ലഭിച്ചിട്ടുള്ളത്. അപ്പൊ നമ്മൾ 2024 23 കറണ്ട് അഫയേഴ്സ് പഠിച്ചിട്ടുണ്ട്. സോ ഇതുപോലെയാണ് നമ്മൾ നമ്മുടെ ക്ലാസ്സുകളിൽ ഓരോ കറണ്ട് അഫയേഴ്സും സിസ്റ്റമാറ്റിക് ആയിട്ടാണ് പഠിക്കുന്നത്. ഇതുപോലെ നമ്മൾ പ്രധാനപ്പെട്ട പാരീസ് ഒളിമ്പിക്സ്, അങ്ങനെ പ്രധാനപ്പെട്ട ഇവന്റ്സ് ഒക്കെ ഉണ്ടല്ലോ, അതൊരു സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ പഠിച്ചു പോവാണ്. സോ ഈ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. കേരള അവാർഡ്സ് ഒക്കെ എപ്പോഴും ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ടോപ്പിക് തന്നെയാണ്. അപ്പോൾ നമ്മൾ സെക്രട്ടറി അസിസ്റ്റന്റ് എക്സാമുമായി ബന്ധപ്പെട്ട ഒരു ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. സോ ആ ബാച്ചിന്റെ ഫീച്ചേഴ്സ് ആണ് ഇവിടെ. ലൈവ് ആൻഡ് റെക്കോർഡ് ക്ലാസ്, ഹൈലി ക്വാളിഫൈഡ് ടീച്ചേഴ്സ്, ഡെയിലി ഗൈഡൻസ് ആൻഡ് സപ്പോർട്ട് ഫ്രം എ മെന്റർ. ഇതൊക്കെ നമ്മുടെ കോഴ്സിന്റെ ഫീച്ചേഴ്സ് ആണ്. ആദ്യ കടമ്പ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രിലിംസ് പാസ്സാവുക എന്നുള്ളതാണ്. സോ ആ ഒരു കടമ്പ നിങ്ങളെ കടത്തുക എന്നുള്ളത് തന്നെയാണ് ആദ്യ ലക്ഷ്യം എന്ന് പറയുന്നത്. അപ്പൊ ആദ്യം തൊട്ടേ പഠിച്ചു തുടങ്ങിയാൽ മാത്രമേ ആ ഒരു പ്രിലിംസ് എന്ന് പറയുന്ന ഘട്ടം നിങ്ങൾക്ക് കടക്കാൻ സാധിക്കുകയുള്ളൂ. ഇതിനൊരു ലോങ് പ്രിപ്പറേഷൻ തന്നെ ആവശ്യമുണ്ട്. കാരണം ഒരു ഡിഗ്രി ലെവൽ എക്സാം ആകുമ്പോൾ വളരെ വാസ്റ്റ് ആയിട്ടാണ് ചോദ്യങ്ങൾ വരിക. ഓക്കെ, അപ്പോൾ അതിനായിട്ട് തുടക്കം തൊട്ടേ പഠിച്ചു തുടങ്ങുന്നതിന് വേണ്ടിയിട്ട് താഴെ കൊടുത്ത നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. 8590202323 നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. ഓക്കെ ആണല്ലോ. അപ്പൊ നമ്മൾ ഈ വീഡിയോയിൽ നമ്മൾ പ്രധാനമായിട്ടും പറഞ്ഞിട്ടുള്ളത് കേരള അവാർഡ്സിനെ കുറിച്ചാണ്. 2024 23 കണ്ടന്റ് ഉപയോഗിച്ച്. സോ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. സോ അതുപോലെ നിങ്ങൾ ആഗ്രഹിക്കുന്ന ടോപ്പിക്കുകൾ എന്തൊക്കെയാണ് തീർച്ചയായിട്ടും ഒന്ന് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഈ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ PSC എക്സാമുമായി ബന്ധപ്പെട്ട കണ്ടന്റ്സ് ഫ്രീ ആയിട്ട് ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് ഈ ഒരു വീഡിയോക്ക് താഴെ നമ്മളൊരു ഫ്രീ വാട്സപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് നമ്മൾ പിൻ ചെയ്ത് വെക്കുന്നുണ്ട്. അപ്പോൾ ആഗ്രഹമുള്ള തീർച്ചയായിട്ടും അതിൽ കൂടി ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക. അടുത്ത ഒരു പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സ് അപ്ഡേറ്റുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. എല്ലാവർക്കും താങ്ക് യു.